വേദിയിലുള്ള മുഴുവൻ സഹോദരി സഹോദരന്മാർ, അനശ്വരനായി ഈ പ്രസ്ഥാനത്തിന് വേണ്ടി കൊടി പിടിക്കുകയും പ്രവർത്തിക്കുകയും നമുക്ക് നമ്മളിൽ നിന്ന് നല്ല പ്രായത്തിൽ അടർത്തി മാറ്റപ്പെടുകയും ചെയ്ത ജയകൃഷ്ണൻ മാസ്റ്ററുടെ, സ്വർഗീയനായിട്ടുള്ള ജയകൃഷ്ണൻ മാസ്റ്ററുടെ ആത്മാവ് ഇവിടെ വിലയം പ്രാപിച്ചിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. എൻ്റെ മുന്നിലുള്ള സഹോദരി സഹോദരന്മാരെ, ജനാധിപത്യ വിശ്വാസികളെ, ഏവർക്കും ഹൃദയപൂർവ്വം നമസ്കാരം. ഇന്നത്തെ ദിവസം 1999 കേരളത്തിൽ ഓരോ രാഷ്ട്രീയ പാർട്ടിയിലും പ്രവർത്തിക്കുന്ന, ആ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നല്ലവരായിട്ടുള്ള മനുഷ്യരുടെ മനസ്സിൽ വലിയ വേദനയും ഞെട്ടലും സൃഷ്ടിച്ചുകൊണ്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട ആരാധനായിട്ടുള്ള ജയകൃഷ്ണൻ മാസ്റ്ററുടെ ജീവൻ പാനൂരിലെ മൊകേരിയിലെ സ്കൂളിൽ ക്ലാസ് മുറിയിൽ നമുക്ക് നഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ നമുക്ക് മുന്നിൽ നഷ്ടപ്പെടുത്തിയത്. ആ സമയത്ത് 1995 എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ യുവമോർച്ചയുടെ മലപ്പുറം ജില്ലയുടെ ഉപാധ്യക്ഷയാണ്. ഞങ്ങൾ പലരും ജയകൃഷ്ണൻ മാസ്റ്ററോട് ചോദിക്കും, മാഷേ കണ്ണൂരിൽ എങ്ങനെയുണ്ട്, എന്താണ് കണ്ണൂരിലെ സ്ഥിതി? ജയകൃഷ്ണൻ മാസ്റ്റർ പറയാറുള്ളത്, എത്രയോ ആളുകൾ കണ്ണൂരിൽ ഈ പ്രസ്ഥാനത്തെ വളർത്താൻ വേണ്ടിയിട്ട് ജീവൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊക്കെ സുഖകരമായിട്ട് നടക്കുകയാണ്. മലപ്പുറത്തെയും തൃശ്ശൂരിലെയും എറണാകുളത്തെയും അതുപോലെ തന്നെ തിരുവനന്തപുരത്തെയും ഒക്കെ ഭാരവാഹികളോട് മാഷ് പറയും, കണ്ണൂര് ഞങ്ങൾ ഈ പ്രസ്ഥാനത്തിന്റെ കൊടിയെ നെഞ്ചേറ്റാൻ വേണ്ടി, ഈ പ്രസ്ഥാനത്തെ വളർത്താൻ വേണ്ടി ഞങ്ങൾ എന്തും സഹിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ ആ മനുഷ്യനെ 1999 ക്ലാസ് മുറിയിലിട്ട് വെട്ടിക്കീറി കൊലപ്പെടുത്തുമ്പോൾ അത് രാക്ഷസീയമായിട്ടുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആക്രമണമായിരുന്നു. ഈ ആക്രമണത്തിൽ, അല്ലെങ്കിൽ ക്ലാസ് മുറിയില് അദ്ദേഹത്തിന്റെ ചോരത്തുള്ളികൾ തെറിച്ചു വീണപ്പോ ഷെസീന എന്ന് പറയുന്ന, അങ്ങനെയാണ് എൻ്റെ ഓർമ്മ, ആ പെൺകുട്ടി അടക്കം 10-16 കുട്ടികൾക്ക് പിന്നീട് ഒരിക്കൽ പോലും പാഠപുസ്തകങ്ങളിലെ എഴുത്തുകൾ വായിക്കാൻ സാധിക്കാതെ, ഏതെങ്കിലും ഒരു ക്ലാസ് മുറിയിൽ പോയി പഠനം മുഴുമിപ്പിക്കാൻ സാധിക്കാതെ മനസ്സ് വിറങ്ങലിച്ചുകൊണ്ട് ജീവിക്കുന്ന മാസ്റ്റർ നമുക്ക് നഷ്ടപ്പെട്ടു. എന്നാൽ ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും ജീവൻ നഷ്ടപ്പെട്ടതുപോലെ ജീവിക്കുന്ന കുട്ടികളെ എനിക്കും നിങ്ങൾക്കും ഈ കണ്ണൂരിന്റെ മണ്ണിൽ കാണാൻ സാധിച്ചു. ഈ പ്രസ്ഥാനത്തെ ഇല്ലായ്മ ചെയ്യാൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം പരിശ്രമിച്ചപ്പോ അന്ന് കേരളത്തിൽ അവർ മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ മൃഗീയമായി, രാക്ഷസീയമായി എതിർപക്ഷത്ത് നിൽക്കുന്ന ആളുകളെ കൊന്നൊടുക്കാനുള്ള ഒരു യന്ത്രമായിരുന്നു CPM. അവർക്ക് മറ്റൊന്നും അറിയില്ല. അവർക്ക് കൊല്ലാൻ അറിയാം, വെട്ടാൻ അറിയാം, മനുഷ്യരുടെ ചോര വാർത്തെടുക്കാൻ അറിയാം, കുടുംബങ്ങളെ അനാഥമാക്കാൻ അറിയാം. മറ്റൊന്നും അറിയാത്ത ഒരു രാഷ്ട്രീയ പാർട്ടി. ആ പാർട്ടി ദേശീയ തലത്തിൽ ആ കാലഘട്ടത്തിലൊക്കെ കുറച്ചൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് നമ്മൾ 99 നിന്ന് 2024 എത്തി നിൽക്കുമ്പോ 25 വർഷം നമ്മെ വിട്ടുപിരിഞ്ഞ ജയകൃഷ്ണൻ മാസ്റ്ററുടെ ഓർമ്മ ഇന്നും ജീവൻ തുളുമ്പിക്കൊണ്ട് ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളുടെയും ഹൃദയത്തിൽ ഇരുത്താൻ സാധിച്ചു എന്നുള്ളതാണ് മിസ്റ്റർ പിണറായി വിജയൻ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഞങ്ങളുടെ മുന്നിൽ തോൽക്കേണ്ടി വന്നത്. നിങ്ങൾ കണ്ണൂരിന്റെ മണ്ണിൽ വാടിക്കൽ രാമകൃഷ്ണൻ എന്ന് പറയുന്ന പാവപ്പെട്ട തൊഴിലാളിയെ കൊലപ്പെടുത്തിയത് ഒരു ബൂർഷ്വയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഇവിടെ ഓട്ടോറിക്ഷ ഓടിക്കുന്ന തൊഴിലാളികളെ കൊലപ്പെടുത്തിയത് നിങ്ങൾ ബൂർഷ്വകളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ കേരളത്തിന്റെ മണ്ണിൽ ആദ്യത്തെ കൊലപാതകം നടത്തിയപ്പോ അന്ന് തന്റെ ഇടമുള്ളവർ
ഭയപ്പാടില്ലാത്തവർ നിങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് സാക്ഷി പറയാൻ സാധിക്കാത്ത മനുഷ്യരുടെ വികാരത്തെയും വിചാരത്തിന്റെയും മുകളിൽ ചവിട്ടി നിന്നുകൊണ്ട് നിങ്ങൾ കേരളത്തിന്റെ മണ്ണിൽ മുന്നോട്ട് പോയെങ്കിൽ നിങ്ങൾ ഭാരതാംബയുടെ മുന്നിൽ കണക്ക് പറഞ്ഞിരിക്കുകയാണ്. ഒരേ ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പർ പിണറായി വിജയനെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ശപിക്കുകയാണ്. മാർക്സിസ്റ്റ് പാർട്ടിക്കകത്തുള്ള നല്ലവരായിട്ടുള്ള മനുഷ്യർ ആ അവസ്ഥയിലേക്ക് എത്തിയില്ലേ? താങ്കളുടെ സ്ഥാനം, താങ്കളുടെ പാർട്ടിയുടെ സ്ഥാനം ദേശീയ തലത്തിൽ എവിടെയുണ്ട് ഈ പാർട്ടി? പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ, കണ്ണൂരിൽ എന്റെ പ്രസംഗം കേൾക്കുന്ന നല്ലവരായിട്ടുള്ള സഖാക്കന്മാരുണ്ടെങ്കിൽ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്, ബംഗാളിൽ എവിടെ എത്തി? എത്രയുണ്ട് നിങ്ങളുടെ കയ്യിൽ? ഒരു കൈയെടുത്ത് വിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രം ബംഗാളിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് MLA-മാർ. ത്രിപുരയിൽ നിങ്ങൾ ഇല്ല. അവസാനം നിങ്ങൾ ഗ്രൗണ്ടിൽ കളമൊരുക്കിക്കൊണ്ട് കളിക്കുന്നത് ഇന്ന് കേരളത്തിന്റെ മണ്ണിൽ മാത്രമാണെങ്കിൽ ഞാനും നിങ്ങളും എടുക്കുന്ന ശപഥം എന്ന് പറയുന്നത് അവസാന താടിയടിക്കാൻ തയ്യാറായിക്കൊള്ളൂ ഓരോരുത്തരും എന്നുള്ളതാണ്. അവിടെ നമുക്ക് പ്രായത്തിന്റെ പരിധിയില്ല. എന്തുകൊണ്ടാണ് പത്മിനി ടീച്ചർ ഈ സ്റ്റേജിലേക്ക് കടന്നു വന്നത്? ടീച്ചർ പറഞ്ഞില്ലേ, എനിക്ക് കസേരയിൽ ഇരിക്കാൻ താല്പര്യമില്ല. എന്താ കാരണം? ടീച്ചർ പറയുകയാണ്, ഇത് യുവമോർച്ചയുടെ പരിപാടിയാണ്. ടീച്ചർ അങ്ങനെയാണ്, ടീച്ചർ എപ്പോഴും അങ്ങനെയാണ്. ടീച്ചർ പറയുകയാണ്, ഞാൻ സ്റ്റേജിൽ ഇരിക്കില്ല ശോഭ എന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത്, ഇതുപോലെ ഒരു അമ്മയെ ഇന്ന് രാവിലെ കൗസല്യാമ്മയെ കണ്ട് തിരിച്ച് ആ വീടിന്റെ പടിക്കെട്ടുകൾ ഇറങ്ങി പോരുമ്പോൾ അവിടെ എന്റെയും നിങ്ങളുടെയും പ്രിയപ്പെട്ട ജയകൃഷ്ണൻ മാസ്റ്റർ എന്ന് പറയുന്ന മകനെ നഷ്ടപ്പെട്ട അമ്മയുടെ കണ്ണീരിനെ ഏറ്റുവാങ്ങിക്കൊണ്ട് എത്രയോ വർഷക്കാലം ഭാരതീയ ജനതാ മഹിളാ മോർച്ചയുടെ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത പത്മിനി ടീച്ചർ ഈ വേദിയിൽ ഇരിക്കണമെന്നുള്ളത് ടീച്ചറുടെ താല്പര്യമല്ല, നിങ്ങളുടെ മക്കളെ പോലെയുള്ള ഞങ്ങളുടെ താല്പര്യമാണ്. കാരണം എന്താണെന്ന് അറിയുമോ? ഈ പ്രസ്ഥാനം അങ്ങനെയാണ്. പൂർവ്വസൂരികളോട് കൂറു പുലർത്തിയിട്ടുള്ള പ്രസ്ഥാനം, പൂർവ്വസൂരികളെ സ്മരിക്കുന്ന പ്രസ്ഥാനം. ഈ പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ചില ആളുകളൊക്കെ ചോദിക്കുന്നുണ്ട്, എന്താണ് സത്യപ്രകാശൻ മാസ്റ്റർക്ക് കിട്ടിയത്? എന്താണ് ശോഭാ സുരേന്ദ്രന് കിട്ടിയത്? നിൽക്കുന്ന സ്ഥലങ്ങളിലെല്ലാം തിരഞ്ഞെടുപ്പിൽ വോട്ടുകൾ കിട്ടും, പക്ഷേ തോറ്റു പോയിട്ടും നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നത് എന്ന് നമ്മുടെ പ്രസ്ഥാനത്തെ അറിയാത്ത ചില ആളുകൾ നമ്മോട് ചോദിക്കാറുണ്ട്. ശരിയല്ലേ? ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും ചോദിക്കാറുണ്ട്. അപ്പോ നമ്മൾ അതിന് കൊടുക്കുന്ന ഉത്തരം ഇങ്ങനെയാണ്: കഠിന കണ്ടകാകീർണമാണെങ്കിലും വെടിയുകില്ല ഞാൻ ഈ വഴിത്താരയെ, അനുഗമിക്കില്ല മറ്റൊരു പാതയെ എന്നാണ് ഞാനും നിങ്ങളും ചൊല്ലുന്ന അമരമന്ത്രമെങ്കിൽ, ആ അമരമന്ത്രം ചൊല്ലിക്കൊണ്ടാണ് നമ്മൾ ഈ സമൂഹത്തിന്റെ മുന്നിൽ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഒന്നുകിൽ ഞങ്ങളുടെ പ്രായത്തിൽപ്പെട്ട ആളുകൾ, അതല്ലെങ്കിൽ അടുത്ത തലമുറയിൽപ്പെട്ടവർ, നമ്മൾ എടുത്തിട്ടുള്ള പ്രതിജ്ഞ നിങ്ങൾ കണക്ക് പുസ്തകത്തിൽ എഴുതി വെച്ചുകൊള്ളൂ. മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും 8 കൊല്ലം ഈ അസംബ്ലി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കസേരയിൽ ഇരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന NDA-യുടെ ഒരു ലീഡറായിരിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ത്രിപുരയിൽ 2.5% നിന്ന് മുഖ്യമന്ത്രിയെ സൃഷ്ടിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ കേരളത്തിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 20% വോട്ട് ഈ പ്രസ്ഥാനത്തിലേക്ക് ആവാഹിച്ചെടുക്കാൻ ഇവിടുത്തെ ജനങ്ങൾ തയ്യാറായിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, സ്വർഗീയനായിട്ടുള്ള KT ജയകൃഷ്ണൻ മാസ്റ്ററുടെ അദ്ദേഹത്തിന്റെ പ്രഭയ്ക്ക് മുന്നിൽ അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് മുന്നിൽ ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇത് കൂത്തുപറമ്പാണ്, രക്തസാക്ഷികളുടെ മണ്ണ്. രക്തസാക്ഷികൾക്ക് വേണ്ടി 1000 കാര്യങ്ങൾ സംസാരിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന കേരളത്തിന്റെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുടെ മണ്ണ്. ആ നേതാക്കന്മാരുടെ മണ്ണിൽ ഇന്ന് കേരളത്തിൽ വലിയ 2 കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടു. എന്താണെന്ന് അറിയുമോ? അൻവർ, മലപ്പുറം ജില്ലക്കാരനായിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൂടെയുള്ള MLA അൻവറും, പിന്നെ ഏറ്റവും വലിയ മാഫിയ കാരാട്ട് റസാഖും എങ്ങനെ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയി എന്നതാണ് ചർച്ച. മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തോട് അതിൽ തലക്കകത്ത് ആൾതാമസമുള്ള നല്ലവരായ മനുഷ്യർ നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യം, അൻവറും കാരാട്ട് റസാഖും എങ്ങനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് പുറത്തുപോയി എന്നല്ല നിങ്ങൾ ചോദിക്കേണ്ടത്. എങ്ങനെയാണ് പട്ടിണി ജാഥ നയിച്ച AK ഗോപാലന്റെ പാർട്ടിയിൽ ഈ കള്ളക്കടത്തുകാർ അധികാരത്തിലേക്ക് കടന്നു വന്നത്, AKG സെന്ററിനകത്തെത്തിയത് എന്നതല്ലേ ചോദ്യം? ആ ചോദ്യമല്ലേ ചോദിക്കേണ്ടത്? ഏറ്റവും വലിയ സ്വർണ്ണക്കടത്ത് രാജാക്കന്മാർ, ഏറ്റവും വലിയ കരിമണൽ കൊള്ളക്കാർ, ഏറ്റവും വലിയ മരമുറി കള്ളന്മാർ, ഏറ്റവും വലിയ കോടീശ്വരന്മാരായിട്ടുള്ള
കൂട്ടത്തിൽ വന്നത്? എങ്ങനെയാണ് നിങ്ങളുടെ AKG സെന്ററിലെത്തിയത്? എങ്ങനെയാണ് ഇന്ത്യയിലെ മുഴുവൻ മുഖ്യമന്ത്രിമാരും കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടന്നു പോകുമ്പോ ആ പിണറായി വിജയനെ ചൂണ്ടിയിട്ട് ഇതാ പോകുന്ന കള്ളക്കടത്തുകാരൻ പോളിറ്റ് ബ്യൂറോ മെമ്പർ എന്ന് എങ്ങനെയാണ് പറയേണ്ട സാഹചര്യം ഉണ്ടായത് ഈ കേരളത്തിൽ? നിങ്ങളെ വളർത്തിയത്, നിങ്ങൾ വിളിച്ച മുദ്രാവാക്യം ഇൻകുലാബ് സിന്ദാബാദ് അല്ലേ? അതെന്തിനു വേണ്ടിയാണ് നിങ്ങൾ വിളിച്ചത്? പാവപ്പെട്ടവന് വേണ്ടിയല്ലേ? നിങ്ങൾ കൊയ്യും വയലെല്ലാം നിങ്ങളുടേതാകും പൈങ്കിളിയെ എന്ന് മുദ്രാവാക്യം വിളിച്ചു കൊടുത്തത് നിങ്ങളല്ലേ? ആർക്കാ കിട്ടിയത്? കർഷക തൊഴിലാളിക്ക് 5 സെന്റ് ഭൂമി കിട്ടിയോ? കർഷക തൊഴിലാളിയുടെ പേര് പറഞ്ഞ് നിങ്ങൾ മുദ്രാവാക്യം വിളിച്ചു കൊടുത്ത് നിങ്ങൾ പാവപ്പെട്ടവരുടെ കുടുംബങ്ങളിലെ മക്കൾക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ഉന്നത നിലവാരമുള്ള കോളേജുകൾ പോലും കേരളത്തിന്റെ മണ്ണിൽ സൃഷ്ടിക്കാതിരിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടല്ലേ നിങ്ങൾ പ്രവർത്തിക്കുന്നത്? കൂത്തുപറമ്പിലെ പുഷ്പനെ കാണാൻ സഖാക്കന്മാർ വന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്. ആ കൂത്തുപറമ്പിലെ പുഷ്പനെ ചതിച്ചവനല്ലേ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ? അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ നേതാക്കന്മാർ അല്ലേ? നിങ്ങൾ എന്തിനാണ് സമരത്തിന് പോയത്? നിങ്ങൾ എന്തിനാണ് വെടിവെച്ചത്? സ്വാശ്രയ കോളേജ് വേണ്ട എന്ന് പറഞ്ഞിട്ടല്ലേ? എന്നിട്ട് നിങ്ങളുടെ മുഖ്യമന്ത്രി, ഇവിടുത്തെ സഖാക്കന്മാരോട് ഞാൻ ചോദിക്കട്ടെ, സഖാക്കന്മാരുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ 2 കുട്ടികൾ എവിടെയാണ് പഠിച്ചത്? സ്വാശ്രയ കോളേജിലല്ലേ മകൾ പഠിച്ചത് അല്ലേ? ആ മകളുടെ ഭർത്താവല്ലേ കേരളത്തിലെ ടൂറിസം വകുപ്പ് മന്ത്രി? ആ ടൂറിസം വകുപ്പ് മന്ത്രിക്ക് ഇവിടത്തെ ഏതെങ്കിലും ഒരു സഖാവിന്റെ നാട്ടിൽ, ഞങ്ങളുടെ നാട്ടിൽ വേണ്ട, അയോധ്യ നഗറിൽ വേണ്ട, RSSകാരും BJPക്കാരും തിങ്ങിപ്പറക്കുന്ന പ്രദേശം വേണ്ട, അല്ലാത്ത ഏതെങ്കിലും ഒരു സ്ഥലത്ത് 10 കമ്മ്യൂണിസ്റ്റുകാരനെങ്കിലും ഉപകാരം ഉണ്ടാകാൻ വേണ്ടി കേന്ദ്രത്തിൽ നിന്ന് നരേന്ദ്രമോദി കൈയയച്ച് കേന്ദ്രമന്ത്രിയാക്കിയിട്ടുള്ള സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു ടൂറിസം വകുപ്പ് മന്ത്രിയെ കണ്ട് കണ്ണൂരിലെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് 10 പേരെ ടൂറിസ്റ്റ് ആളുകളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനുള്ള ഒരു പ്രൊജക്ട് കൊടുക്കാൻ ഈ മരുമകൻ റിയാസിന് സാധിച്ചോ? എന്താ സാധിക്കാത്തത്? കണ്ണൂർ അങ്ങനെ രക്ഷപ്പെടണ്ട, കേരളം അങ്ങനെ രക്ഷപ്പെടണ്ട. ഇതല്ലേ നിങ്ങൾ തീരുമാനമെടുത്തിട്ടുള്ളത്? നിങ്ങളുടെ തീരുമാനം എന്ന് പറയുന്നത്, നിങ്ങൾ ആഗ്രഹിക്കുന്നത് കേരളത്തിലെ പാവപ്പെട്ടവർ തിങ്ങിപ്പാർക്കുന്ന കോളനികൾ അതങ്ങനെ തന്നെ ഉണ്ടാകണം. അങ്ങനെ ഉണ്ടായാലല്ലേ മയക്കുമരുന്ന് കച്ചവടത്തിന് ആളെ കിട്ടൂ. അങ്ങനെ ഉണ്ടായാലല്ലേ പാവപ്പെട്ടവന്റെ കുട്ടികളെ നിങ്ങൾക്ക് നശിപ്പിക്കാൻ പറ്റൂ. നിങ്ങൾ ഈ തിരുവനന്തപുരത്തും മുതൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എത്രയോ പാവപ്പെട്ടവന്റെ കുടിലുകളിൽ 8ാം ക്ലാസ് മുതൽ പഠിക്കുന്ന കുട്ടികൾ മയക്കുമരുന്ന് കച്ചവടത്തിന്റെ ഇടനിലക്കാരായിട്ട് മാറിയിട്ടുണ്ട്. കേരളത്തിന്റെ മുഖ്യമന്ത്രി അങ്ങനെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. എവിടെയാണ് ഇവിടെ ഒഴുകി വരുന്ന ലഹരി മരുന്ന്? ആ ഒഴുകി വരുന്ന ലഹരി മരുന്നിന്റെ കണക്ക് ചോദിച്ചതിന്റെ പേരിലല്ലേ കേരളത്തിൽ മലപ്പുറം ജില്ലയിലെ അൻവറും കൂട്ടുസംഘങ്ങളും ഒരുമിച്ച് ഈ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായിട്ട് പടവാളെടുത്തത്? നിങ്ങൾ കള്ളക്കടത്തിന് നേതൃത്വം കൊടുക്കുന്നു, നിങ്ങൾ ലഹരി മാഫിയക്ക് നേതൃത്വം കൊടുക്കുന്നു, നിങ്ങൾ ലോകത്തെ വലിയ വലിയ രാജ്യങ്ങൾ ബോംബുണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആലപ്പുഴയിലെ കരിമണലിലെ തോറിയം അത് നിങ്ങൾ വിൽക്കാൻ കൂട്ടുനിൽക്കുന്നു. നിങ്ങൾ കരിമണൽ കർത്തയുടെ കയ്യിൽ നിന്ന് മാസപ്പടി വാങ്ങിയിരിക്കുന്നു. നിങ്ങളുടെ മകൾ വീണയും നിങ്ങളുടെ മരുമകനും പിന്നെ നിങ്ങളുടെ മകനും പിന്നെ മകന്റെ അമ്മായിയപ്പനും ഉൾപ്പെടെയുള്ള ആളുകൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് നിങ്ങൾ കോടികളുടെ ബിസിനസിന്റെ കഥ പറയാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ അമേരിക്കയിലേക്ക് പോകുന്നത്? നിങ്ങൾ അതിനല്ലേ ലോകരാജ്യങ്ങളിൽ യാത്ര ചെയ്യുന്നത്? ഒരു 10 മുറുക്കാൻ കട ഈ പിണറായി വിജയൻ അധികാരത്തിൽ വന്ന് ഇത്രയും വർഷമായിട്ട് ഈ കേരളത്തിന് വേണ്ടി പാവപ്പെട്ടവന് വേണ്ടി കൊണ്ടുവരാൻ സാധിച്ചോ നിങ്ങൾക്ക്? ഇല്ലല്ലോ. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ, നിങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റുകാരനോടാണ്, മാർക്സിസ്റ്റുകാരനോടാണ്, നിങ്ങളുടെ മുന്നിൽ നിങ്ങളോട് ഞങ്ങളെ എതിർക്കാനായി RSSനെയും BJPയെയും എതിർക്കാൻ വേണ്ടി പറഞ്ഞു തന്നത് അത്രയും കളവാണ്, കാപട്യമാണ്. ഞങ്ങൾ പ്രവർത്തിക്കുന്നത് ഈ രാജ്യത്തിന്റെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ടാണ്, അഖണ്ഡതയ്ക്ക് വേണ്ടിയിട്ടാണ്. ഞങ്ങൾ പ്രവർത്തിക്കുന്നത് ഏതെങ്കിലും SDPIക്കാരനെ കൂട്ടി, പോപ്പുലർ ഫ്രണ്ടുകാരനെ കൂട്ടി ഏതെങ്കിലും ഒരു വാർഡ് ഭരിക്കാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടല്ല ഞങ്ങൾ ഈ പ്രസ്ഥാനവുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനെ സൃഷ്ടിക്കാൻ വേണ്ടി ഇവിടുത്തെ ഭീകരവാദികളുടെ പണം പറ്റിക്കൊണ്ട് എളുപ്പ വഴിയിൽ, കുറുക്കു വഴിയിലൂടെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കസേര പിടിക്കാനില്ല. ഞങ്ങൾ കേരളത്തിന്റെ മണ്ണിൽ പ്രവർത്തിക്കുന്നത് ഒരു MLA സൃഷ്ടിക്കുക എന്നുള്ളതല്ല ഞങ്ങളുടെ അവസാനത്തെ സ്വപ്നം എന്ന് പറയുന്നത്. ഞങ്ങളുടെ സ്വപ്നം എന്ന് പറയുന്നത് ഈ സംസ്ഥാനത്തിന്റെ
ഈ രാജ്യത്തിന്റെ അതിർത്തി കടന്നുകൊണ്ട് രാജ്യത്തെ തകർക്കാൻ വേണ്ടി അന്താരാഷ്ട്ര ഭീകരവാദ ശക്തികളുടെ പണം പറ്റിക്കൊണ്ട് പ്രവർത്തിക്കുന്നവന്മാർ ഈ രാജ്യത്തിനകത്തേക്ക് കടന്നു വരുമ്പോ അവൻ തീവ്രവാദിയാണെങ്കിൽ അവനെതിരെ മുദ്രാവാക്യം വിളിച്ച് അവനെതിരെ പ്രതിഷേധിച്ച് അവന്റെ പാർട്ടിക്കെതിരെ പ്രതിഷേധിച്ച് ഞങ്ങൾ തോറ്റാലും വീണ്ടും ഞങ്ങളുടെ ശരീരത്തിലെ അവസാന തുള്ളിച്ചോര നഷ്ടപ്പെടുന്നത് വരെയും ഈ രാജ്യത്തിന്റെ കാവൽക്കാരായി ഉണ്ടാകും. ഇതാണ് ഞങ്ങളുടെ ദൃഢപ്രതിജ്ഞ എന്ന് ഇവിടുത്തെ ഇടതുപക്ഷക്കാരനോടും ഇവിടുത്തെ വലതുപക്ഷക്കാരനെയും ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട ജയകൃഷ്ണൻ മാസ്റ്റർ സ്വപ്നങ്ങളുള്ള, മോഹങ്ങളുള്ള നമ്മളെയെല്ലാം തന്നെ യുവമോർച്ച പ്രസ്ഥാനത്തിലേക്ക് ആകർഷിച്ചു കൊണ്ടുവന്ന് ഞങ്ങളെയെല്ലാം നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്ന് വളർത്താൻ പരിശ്രമിച്ച ആ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ വീണ്ടും വീണ്ടും ഇടയിൽ നമ്മുടെ മനസ്സിനകത്തേക്ക് കടന്നു വരികയാണ്. സാധാരണഗതിയിൽ ബലിദാന പരിപാടികളിൽ അങ്ങേയറ്റം, പ്രത്യേകിച്ച് ജയകൃഷ്ണൻ മാസ്റ്ററുടെ പരിപാടിയിൽ അപൂർവമായിട്ടുള്ള സമയങ്ങളിൽ മാത്രം ഞാൻ പങ്കെടുക്കാൻ തയ്യാറായിട്ടുള്ള ഒരാളാണ്. കാരണം എനിക്ക് ആ കുന്നംകുളത്തിന്റെ ഇടവഴികളിലൂടെ മാസ്റ്റർ, ഒരുപക്ഷെ സത്യപ്രകാശൻ മാസ്റ്റർക്ക് ഓർമ്മയുണ്ടാവും, കാൽവിരലുകൾ പൊട്ടി മണിക്കൂറുകൾ പദയാത്ര നടന്നു വരുന്ന ആ ജയകൃഷ്ണൻ മാസ്റ്ററുടെ ഓർമ്മ ഇതുൾപ്പെടെ മനസ്സിനകത്തേക്ക് വരുന്ന ഒരു സഹോദരി എന്നുള്ള രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ എന്റെ മനസ്സിനകത്തേക്ക് വരികയാണ്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നേരത്തെ അധ്യക്ഷൻ പറഞ്ഞു, ഇതൊരു കാടാണ്. ഈ കാട്ടിനകത്ത് സിംഹവും പുലിയും മാനും എല്ലാം ഉണ്ട്. ശരിയാണ്. ഈ സിംഹത്തിന് വേണ്ടി അല്ലെങ്കിൽ മുന്നേ നടക്കുന്ന സിംഹങ്ങളെ പതിയിരുന്ന് ആക്രമിച്ച് ഇല്ലായ്മ ചെയ്ത് നമ്മുടെ പ്രസ്ഥാനത്തിനെതിരെ അതിനനുസൃതമായിട്ടുള്ള കരുക്കൾ നീക്കിക്കൊണ്ട് അവർ മുന്നോട്ട് പോകുമ്പോൾ അതിനെയെല്ലാം തരണം ചെയ്തുകൊണ്ട് നമ്മുടെ പൂർവികന്മാർ പ്രവർത്തിച്ചതുകൊണ്ട് ഇന്ന് കേരളത്തിൽ നമ്മുടെ പ്രസ്ഥാനം വളരുകയും മുന്നോട്ട് പോവുകയും നമ്മൾ തീരുമാനിച്ചാൽ 30-ലധികം വരുന്ന MLA-മാർ അടുത്ത 2 വർഷത്തിലധികം കേരള നിയമസഭയ്ക്കകത്ത് പോകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമല്ല. അത് നമ്മൾ എടുക്കുന്ന തീരുമാനമാണ്. അതിവിടുത്തെ ചില പ്രത്യേകമായിട്ടുള്ള ചില ആളുകൾ ചിന്തിക്കുന്നത് പോലെ, ചില ആളുകൾ പറയുന്നത് പോലെ നിങ്ങളുടെ എല്ലാം പോയില്ലേ എന്ന് ചോദിക്കുകയാണ്. എന്ത് കണ്ടിട്ടാണ്? ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് കണ്ടിട്ടാണ്. ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് കണ്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് എല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ചില ആളുകൾ കഥകൾ നനയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെ പച്ചക്കൊടി പിടിച്ച് ആഹ്ലാദ പ്രകടനം നടത്തുന്നവരെ നമ്മൾ കണ്ടു. പച്ചക്കൊടി പിടിച്ച് ആഹ്ലാദ പ്രകടനം നടത്തുന്നത് മുസ്ലിം ലീഗുകാരനല്ല. പച്ചക്കൊടി പിടിച്ചുകൊണ്ട് ആഹ്ലാദ പ്രകടനം നടത്തിയത്, പ്രിയപ്പെട്ടവരെ, ഈ രാജ്യത്ത് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും NIA രാജ്യദ്രോഹികളെ പിടികൂടാനുള്ള യന്ത്രം സ്വന്തമായി കയ്യിലുള്ള ആ ദേശീയ സുരക്ഷാ ഏജൻസി നമ്മുടെ നാട്ടിലേക്ക് വന്ന് കേരളത്തിൽ നിന്ന് വരെ എത്രയോ തീവ്രവാദികളെ പിടിച്ചു കെട്ടി കൊണ്ടുപോയി അവരിൽ പലരും തീഹാർ ജയിലിൽ കിടക്കുന്നുണ്ടെങ്കിൽ അവരുടെ ചില ബാക്കി പത്രങ്ങളും അവശേഷിപ്പുകളിൽ ചില ആളുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് പച്ചക്കൊടി പിടിച്ച SDPI-കാരനും അതുപോലെ തന്നെ തീവ്രവാദിയുമെന്ന് ഈ കേരളത്തിലെ ജനങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നതാണ്. പിന്നെ എളുപ്പമാണ് BJP-യെ ഇല്ലായ്മ ചെയ്യാൻ, യുവമോർച്ചയെ ഇല്ലായ്മ ചെയ്യാൻ, രാജ്യദ്രോഹ സംഘടനകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സാധിക്കുമോ എന്ന് പരിശോധിക്കുന്നവര് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് നല്ലതാണ്. പണ്ട് കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന സമയത്താണ് കോടിയേരി പണ്ടൊക്കെ പ്രസംഗത്തിന് പറയാറുണ്ട്, എന്താണ്, ഞങ്ങൾക്ക് പോലീസ് എന്ന് പറഞ്ഞാൽ അതൊരു പുല്ലാണ് എന്ന് പറഞ്ഞ അതേ കോടിയേരി ഇവിടെ ഭീകരവാദികൾ വളർന്നപ്പോ 21-ലധികം വരുന്ന ഇസ്ലാമിക ഭീകരവാദ സംഘടനകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് SP-യുടെ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്ത് കിട്ടിയപ്പോ മുൻപിലും പിറകിലും ഒക്കെ നിറയെ വണ്ടികളിൽ പോലീസ് എസ്കോർട്ടുമായിട്ട് കണ്ണൂരിൽ വന്ന് ഭയന്ന് പുറച്ച് തിരിച്ചു പോയിട്ടുള്ള ആ മരണമടഞ്ഞ സഖാവ് കോടിയേരിയെ ഓർക്കുകയാണ് ഞങ്ങൾ. ഇന്നെന്താ കേരളത്തിലെ സ്ഥിതി എന്നറിയുമോ? എവിടെ വേണമെങ്കിലും ബോംബ് സ്ഫോടനം നടത്താൻ ശേഷിയുള്ളവന്മാർ മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ്. അവര് പകല് മാർക്സിസ്റ്റ് പാർട്ടിയാണ്, രാത്രി അവൻ SDPI-കാരനാണ്. അവൻ എല്ലാ പ്രസ്ഥാനങ്ങളിലും
ദേശീയ ധാരയിൽ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങളിൽ ഒഴിച്ച് ബാക്കി എല്ലാ പ്രസ്ഥാനങ്ങൾക്കകത്തും ആ ഭീകരവാദികൾ കടന്നുകൂടിയിട്ടുണ്ട്. ആ ഭീകരവാദികളുടെ ലക്ഷ്യം എന്താണ്? ഈ കേരളത്തെ തകർക്കുക, കൈരളി ഭൂമിയെ തകർക്കുക, അമ്മയെ തകർക്കുക. ഭാരതീയ ജനതാ പാർട്ടിയിൽ കരുത്തുള്ളവരുണ്ടെങ്കിൽ ആ കരുത്തുള്ള ആളുകളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെല്ലാം നടപടിക്രമങ്ങൾ ആവിഷ്കരിക്കാൻ സാധിക്കുമെന്ന് റിസർച്ച് ചെയ്യുക. പക്ഷേ ഇവിടെ അധ്യക്ഷൻ പറഞ്ഞില്ലേ, കുറെ നാളുകളായിട്ട് കണ്ണൂരിലൊക്കെ കുറച്ച് സമാധാനമുണ്ട് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇവിടെ സംസാരിച്ച വിനോദൻ മാഷുമൊക്കെ അത് സംസാരിച്ചിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുകയാണ്. എങ്ങനെയാണ് കണ്ണൂർ ശാന്തമായത്? മാർക്സിസ്റ്റുകാരൻ വെറുതെ കത്തി താഴെ വെച്ചതല്ല. എങ്ങനെ വെച്ചത്? ഈ രാജ്യത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഡൽഹിയിൽ ഇടയ്ക്കിടയ്ക്ക് കാണുന്നത് കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ കണ്ണൂരിലെ നേതാക്കന്മാരുടെ കയ്യിലുള്ള കത്തി താഴെ വെച്ചത്. അമിത്ഷാ എന്ന് പറയുന്ന മനുഷ്യൻ പറഞ്ഞാൽ അത് പ്രവർത്തിക്കുമെന്ന ബോധ്യമുണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പാവം ഗോവിന്ദൻ മാഷ്. പിണറായി വിജയൻ നോക്കിയാൽ പിന്നെ എല്ലാ കാറ്റും പോയി. പിണറായി വിജയൻ എഴുതി കൊടുക്കുന്നത് പറയുന്ന ഒരു സംസ്ഥാന സെക്രട്ടറി, ആ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ ഇന്ന് കേരളത്തിൽ ശാന്തശീലരായിട്ട് നടക്കുന്നത് ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിന്റെ കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെ മുകളിൽ ഒന്നാം തരം RSSകാരനായിട്ടുള്ള ഗുജറാത്തിൽ 3 തവണ മുഖ്യമന്ത്രിയെ സൃഷ്ടിച്ച രാഷ്ട്രീയത്തിന്റെ ചാണക്യനായിട്ടുള്ള അമിത്ഷായുടെ വാക്കുകളെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ കണ്ണൂർ ജില്ലയിലും കേരളത്തിലും മാർക്സിസ്റ്റ് പാർട്ടി കത്തി താഴെ വെച്ചിട്ടുള്ളത്. ഇനി മാർക്സിസ്റ്റ് പാർട്ടി പരിശോധിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും നിങ്ങളുടെ പാർട്ടിക്കകത്ത് കടന്നുകൂടിയിട്ടുള്ള തീവ്രവാദികളെ. പോപ്പുലർ ഫ്രണ്ടുകാരന്റെ കൂടെയും നിങ്ങൾ കൂട്ടുകൂടിയിട്ടുണ്ട്. പൊന്നാനി തെരഞ്ഞെടുപ്പില് അബ്ദുൾ നാസർ മദനിയുടെ നേതാവിനെ ടിക്കറ്റ് കൊടുത്ത് ആ നേതാവിനെ കൂടെ കൂട്ടി നിങ്ങൾ അധികാരത്തിൽ വരാൻ വേണ്ടി പരിശ്രമിച്ചു. ആ നേതാവ് സ്റ്റേജിലേക്ക് അബ്ദുൾ നാസർ മദനി കടന്നു വരുമ്പോ മദനിയുടെ മുന്നില് മൂടിക്കൊണ്ടിരിക്കുന്ന അന്നത്തെ പിണറായി വിജയനെ ഞാനും നിങ്ങളും മറന്നിട്ടില്ല. ഒറ്റപ്പാലം പ്രദേശത്ത് അതേ മദനിയുടെ കൂട്ടാളിക്ക് സീറ്റ് കൊടുത്തു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. അപ്പൊ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവരെ നയിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിക്ക് നിങ്ങൾക്ക് അങ്ങനെ തീവ്രവാദികളോട് ഒരൈത്തവുമില്ല. നിങ്ങൾക്ക് രാജ്യദ്രോഹികളോട് ഒരൈത്തവുമില്ല. നിങ്ങൾക്കാകെ മനസ്സിനകത്ത് ഐത്തമുള്ളത് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിനോടും ഭാരതീയ ജനതാ പാർട്ടിയോടും മാത്രമാണ് എന്നുള്ള യാഥാർത്ഥ്യത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് എന്റെ സഹപ്രവർത്തകൻ, എന്റെ ആരാധനായിട്ടുള്ള ശ്രീമാൻ KT ജയകൃഷ്ണൻ മാസ്റ്ററെ ഈ വേദിയിൽ സ്മരിച്ചുകൊണ്ട് ഞാൻ നിൽക്കുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ചോരയ്ക്ക് വേണ്ടി ദാഹിക്കാറില്ല. ഞങ്ങളെപ്പോഴും സഹിക്കുകയും പൊറുക്കുകയും, കണ്ണൂരിലെ മഹിളാ മോർച്ചയുടെ എത്രയോ നേതാക്കന്മാർ പറയാറുണ്ട്, കുടിവെള്ളം പോലും മുട്ടിച്ച മാർക്സിസ്റ്റ് പാർട്ടിക്കാരുടെ കഥ. ഞങ്ങളുടെ നേരത്തെ വിശദമായിട്ട് മാഷ് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. എത്രയോ ബലിദാനികളുടെ, എത്രയോ മനുഷ്യരുടെ ജീവൻ കവർന്നെടുത്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോയതിന്റെ കഥയെല്ലാം ഞങ്ങളുടെ മുന്നിലുണ്ട്. പക്ഷേ ഒരു കാര്യം ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇന്ന് ചെറിയ ചില കണക്കുകൾ അത് നിങ്ങളുടെ മുന്നിൽ വെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആ കണക്കെന്ന് പറയുന്നത് ഈ കഴിഞ്ഞ മഹാരാഷ്ട്രയിൽ നടന്ന തെരഞ്ഞെടുപ്പില് എനിക്കും നിങ്ങൾക്കും നോക്കിയാൽ കാണാൻ സാധിക്കും, വോട്ടിംഗ് മെഷീന് എന്തോ തകരാറുണ്ട് എന്നാണ് രമേശ് ചെന്നിത്തല സൂചിപ്പിച്ചത്. മഹാരാഷ്ട്രയിൽ ജനാധിപത്യത്തെ തകർക്കാൻ, ഏത് രീതിയിലും ജനാധിപത്യത്തെ ഇല്ലായ്മ ചെയ്യാൻ ചൈനയും പാകിസ്ഥാനുമായി കൂട്ടുകച്ചവടം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന സോറസിനെയും ഹിഡൻബർഗിനെയും വരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ രാജ്യത്ത് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകാതിരിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ പരിശ്രമം നടത്തിയിട്ടുള്ള ആളുകൾ ഉൾപ്പെടെയുള്ളവർ, അവരുടെ ടീമുകൾ മഹാരാഷ്ട്രയിലേക്ക് ഇറങ്ങി വന്നു. എന്നാൽ 2019 കോൺഗ്രസിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു നേതാവ് ഉണ്ടായിരുന്നു, ശരത് പവാറിന്റെ പാർട്ടി 54 പേർ ശരത് പവാറിന്റെ കയ്യിൽ സ്വന്തമായിട്ടുണ്ടായിരുന്നുവെങ്കിൽ അത് മഹാരാഷ്ട്ര
തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ 10 പേരായിട്ട് ചുരുങ്ങി. എന്താ കാരണമെന്നറിയുമോ? മഹാരാഷ്ട്രയിലേക്ക് അമ്മമാർക്ക് വേണ്ടി കൊണ്ടുവന്ന പദ്ധതികൾ, നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ പദ്ധതികളെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ള മഹാരാഷ്ട്രയിലെ ജനങ്ങൾ, മഹാരാഷ്ട്രയിൽ മാത്രമല്ല രാജ്യത്തെ പെൺകുട്ടികൾക്ക് വേണ്ടി കൊണ്ടുവന്ന പദ്ധതികൾ, കർഷകന്മാർക്ക് വേണ്ടി കൊണ്ടുവന്ന പദ്ധതികൾ, ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന് ഒരു ദിവസം പോലും ലീവ് എടുക്കാതെ, 24 മണിക്കൂർ പോലും റെസ്റ്റ് എടുക്കാതെ എല്ലാ ദിവസവും പ്രവൃത്തി പദങ്ങളിലൂടെ മുന്നോട്ട് പോയി ലോകത്തിന്റെ മുന്നിൽ നമ്മുടെ സാമ്പത്തിക ശക്തി രാഷ്ട്രമാക്കിയിട്ട് ഈ രാജ്യത്തെ മാറ്റാൻ വേണ്ടി ശ്രമിച്ച ആരാധനായിട്ടുള്ള നരേന്ദ്രമോദിയുടെ പ്രവർത്തനങ്ങളുടെ മികവിനാണ് പ്രിയപ്പെട്ടവരെ മഹാരാഷ്ട്ര സാക്ഷ്യം വഹിച്ചത്. അപ്പൊ എന്ത് സംഭവിച്ചു? ബിജെപിയുടെ കൂടെ കൂടാൻ തയ്യാറായിട്ടുള്ള അജിത് പവാർ, ആ അജിത് പവാറിന് 41 സീറ്റ് കിട്ടി. ഈ കണക്ക് കോൺഗ്രസിന്റെ സുഹൃത്തുക്കളുടെ മുന്നിൽ ഞാൻ പറയുകയാണ്. 41 സീറ്റ് അജിത് പവാറിന് കിട്ടിയപ്പോ ഉദ്ധവ് താക്കറേക്ക് കിട്ടിയത് വെറും 20 സീറ്റാണ്. എന്താ കാരണം? ബാൽ താക്കറയുടെ കാലഘട്ടം മുതൽ മഹാരാഷ്ട്രയില് രാഷ്ട്രീയ സ്വയംസേവക സംഘം, അതുപോലെ തന്നെ ഭാരതീയ ജനതാ പാർട്ടി മഹാരാഷ്ട്രയുടെ ചൈതന്യത്തെ, ആത്മാവിനെ സംരക്ഷിക്കാൻ വേണ്ടി ഒരുമിച്ച് പ്രവർത്തിച്ച കാലഘട്ടങ്ങളെ ചിന്തിച്ചുകൊണ്ട്, മനസ്സിലാക്കിക്കൊണ്ട്, അത് ഹൃദയത്തിൽ വെച്ചുകൊണ്ട് യാത്ര ചെയ്തിരുന്നതിന് പകരമായി മഹാരാഷ്ട്രയില് നരേന്ദ്രമോദിക്കെതിരായിട്ട് ഒരു ഇന്ത്യ സഖ്യം ഉണ്ടാക്കാൻ വേണ്ടി കോൺഗ്രസും അതുപോലെ തന്നെ അവിടുത്തെ ഉദ്ധവ് താക്കറെയും ശരത് പവാറും എല്ലാവരും ഒരുമിച്ച് പരിശ്രമിച്ചപ്പോ ഉദ്ധവിന് 10 സീറ്റ് കൊടുത്തു. ഷിൻഡേക്ക് 56 സീറ്റ് കിട്ടി. പ്രിയപ്പെട്ടവരെ, കോൺഗ്രസിന് 44 സീറ്റ് കയ്യിലുണ്ടായിരുന്നു. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തലയോട്, താങ്കൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള രാഷ്ട്രീയ നേതാവാണ്. പക്ഷേ താങ്കൾ മഹാരാഷ്ട്രയിൽ പോയി വലിയ പ്രവർത്തികളെല്ലാം ചെയ്തു കഴിഞ്ഞ് പാലക്കാടിലെ ബിജെപിയുടെ പരാജയത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ മഹാരാഷ്ട്രയിലെ 16 സീറ്റാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കിട്ടിയത്. ഇത്രയും വലിയ ഒരു രാജ്യത്ത് എന്റെ കയ്യിൽ ഒരു ഭൂപടം ഉണ്ടായിരുന്നു. ആ ഭൂപടം ഞാൻ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എടുക്കണമെന്ന് കരുതി, പക്ഷെ അത് മറന്നുപോയി. ആ ഭൂപടം എന്ന് പറയുന്നത് നമ്മുടെ ഭാരതത്തിന്റെ ഒരു ഭൂപടം. ആ ഭൂപടത്തിലെ രാജസ്ഥാൻ നമ്മൾ ഭരിക്കുന്നു, മധ്യപ്രദേശ് നമ്മൾ ഭരിക്കുന്നു, ഉത്തർപ്രദേശ് നമ്മൾ ഭരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആ ഭൂപടം നമ്മൾ നോക്കുന്ന സമയത്ത് തെക്ക് തെലങ്കാനയും അതുപോലെ തന്നെ കർണാടകയും ഈ തമിഴ്നാടും കേരളവും ഒഴിച്ചുള്ള ബാക്കി എല്ലാ സ്ഥലങ്ങളും കാവിക്കടലായി മാറിയിട്ടുള്ള ഒരു ഭൂപടത്തിന്റെ ഫോട്ടോ ഒരുപക്ഷെ നിങ്ങളും ഞാനും ഒക്കെ ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടിട്ടുണ്ടാകും. അതങ്ങ് കാശ്മീരം മുതൽ പരിശോധിച്ചു കഴിഞ്ഞാൽ ചെറിയ ചെറിയ പ്രദേശങ്ങളിൽ ചെറിയ ചെറിയ തുരുത്തുകളായിട്ട് കോൺഗ്രസുകാർ നിലകൊള്ളുകയാണ് ഈ രാജ്യത്ത്. അതെങ്ങനെ? അരവിന്ദ് കെജ്രിവാളിന്റെ പാർട്ടിയെ കൂട്ടുപിടിച്ച്, ലല്ലു പ്രസാദ് യാദവിനെ കൂട്ടുപിടിച്ച്, അതുപോലെ തന്നെ മമതാ ദീദിയെ കൂട്ടുപിടിച്ച്, ഇങ്ങനെ എല്ലാ ആളുകളെയും ഒരുമിച്ച് ചേർത്തിക്കൊണ്ട് ഒരു ഇന്ത്യ മുന്നണിയുടെ രൂപത്തിലും ഭാവത്തിലും ഈ രാജ്യത്ത് നമ്മളെ എതിർക്കാൻ പരിശ്രമിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ നാട് ശ്രീമാൻ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വീണ്ടും വീണ്ടും ഉയർച്ചയിലേക്ക് നീങ്ങുകയാണ്. ഇതാ ലോകത്തിന്റെ വലിയ വലിയ രാജ്യങ്ങളുടെ നയതന്ത്ര പ്രതിനിധികളുടെ കണക്ക് പുറത്തു വന്നിരിക്കുകയാണ്. അവർ പറയുന്നത് ഭാരതം എന്ന് പറയുന്ന രാജ്യം സാമ്പത്തിക മേഖലയില് ഏതാണ്ട് 3ാമത്തെ ശക്തി രാഷ്ട്രമായിട്ട് നിലകൊള്ളാൻ പോവുകയാണ് എന്നാണ് ലോക രാജ്യങ്ങളുടെ കയ്യിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, 3 തവണ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി, 3 തവണ ഒരു വലിയ സംസ്ഥാനമായിട്ടുള്ള ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി, ആ നരേന്ദ്രമോദിയാണ് പ്രിയപ്പെട്ടവരെ ജനിച്ചു വീണ കുട്ടികൾക്ക് മുതൽ എത്രയോ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് ഈ നാട്ടിലേക്ക് പലതും കൊടുക്കുന്നത്. ഒരു മന്ത്രി ഒരു ചോദ്യം നമ്മുടെ മുഖ്യമന്ത്രിയോട് കഴിഞ്ഞ ദിവസം ചോദിച്ചിട്ടുണ്ട്. ആ മന്ത്രി അശ്വിനി വൈഷ്ണവാണ്. ആ അശ്വിനി വൈഷ്ണവ് എന്ന് പറയുന്ന മന്ത്രി ചോദിച്ചത് 3000 കോടി രൂപയിൽ താഴെ, 2700-2800 കോടി രൂപ ഇവിടുത്തെ റെയിൽവേ മേഖലയുടെ വികസനത്തിന് വേണ്ടി മാത്രം കേരളത്തിന്റെ ഖജനാവിലേക്ക് ഞാൻ നൽകിയിട്ടുണ്ട്. ആ 2800 കോടി രൂപ നിങ്ങൾ എന്താണ് ചെയ്തത്? നിങ്ങൾ അത് ചെലവഴിച്ചുവോ? അത് നിങ്ങൾ കേരളത്തിലെ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്തുവോ എന്നുള്ള ചോദ്യം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ചോദിച്ചു. ഉത്തരം ഭരണപക്ഷം പറഞ്ഞിട്ടില്ല, ധനകാര്യ വകുപ്പ് മന്ത്രി ഉത്തരം പറഞ്ഞിട്ടില്ല. ഈ കേരളത്തിന്റെ മണ്ണിലേക്ക് ചോദിക്കുന്നതും ചോദിക്കാത്തതും മുഴുവൻ കൊടുക്കാൻ തയ്യാറായിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കഴിഞ്ഞ വർഷം ഇവിടുത്തെ ജനങ്ങൾക്ക് അരിയും ഗോതമ്പും കൊടുക്കാൻ വേണ്ടിയിട്ട്, ഭക്ഷ്യസുരക്ഷയ്ക്ക് വേണ്ടി
പിണറായി വിജയൻ ആവശ്യപ്പെട്ടു 256 കോടി, 259.93 ലക്ഷം കോടി രൂപയാണ് ഈ കേരളത്തിലേക്ക് ഭക്ഷ്യസുരക്ഷാ പദ്ധതിക്ക് വേണ്ടി ചോദിച്ചതിനേക്കാൾ കൂടുതൽ കൊടുക്കാൻ കേന്ദ്രം തയ്യാറായി. മത്സ്യസമ്പദ് യോജന പദ്ധതിയുണ്ട്. ഞാൻ പാവപ്പെട്ടവരുടെ 1-2 പദ്ധതികൾ സൂചിപ്പിക്കുകയാണ്. ആ മത്സ്യസമ്പദ് യോജന പദ്ധതിയിൽ 13,286 കോടി രൂപ കേരളത്തിലെ മത്സ്യമേഖലയിൽ ജീവിക്കുന്നവർക്ക്, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെറുകിട കച്ചവടം നടത്തുന്നവർക്ക്, എക്സ്പോർട്ട് ചെയ്യുന്നവർക്ക്, ഇമ്പോർട്ട് ചെയ്യുന്ന ആളുകളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് സ്റ്റാർട്ടപ്പ് പദ്ധതികളും സ്റ്റാൻഡപ്പ് പദ്ധതികളും ഉൾപ്പെടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രിയപ്പെട്ടവരെ 13,286 കോടി രൂപ കൊടുത്തു കേന്ദ്ര ഗവൺമെന്റ്. ചെലവഴിച്ചത് 7,855 കോടി രൂപയാണ്. 7,855 കോടി ചെലവഴിച്ചു. 5,400 കോടി രൂപ മത്സ്യമേഖലയ്ക്ക് വേണ്ടി കൊടുത്തത് ലാപ്സാക്കി കളഞ്ഞു കേരളത്തിന്റെ ഭരണപക്ഷം. ചോദിക്കാൻ കേരള നിയമസഭയ്ക്കകത്ത് ഒരു പ്രതിപക്ഷത്തിന്റെ റോൾ ഏറ്റെടുക്കാൻ ശ്രീമാൻ വി.ഡി. സതീശൻ തയ്യാറല്ല. എന്താണ് പ്രിയപ്പെട്ടവരെ തയ്യാറല്ലാത്തത്? തയ്യാറാവാത്തതിന്റെ കാരണം ഇവിടെ മയക്കുമരുന്നിനെ കുറിച്ച് പറയുമ്പോൾ, സ്വർണ്ണക്കടത്തിനെ കുറിച്ച് പറയുമ്പോൾ, അഴിമതിയെ കുറിച്ച് പറയുമ്പോൾ, സ്വജനപക്ഷപാതത്തെ കുറിച്ച് പറയുമ്പോൾ, ഈ നാടിനെ ആക്രമിക്കുന്ന ഭീകരവാദികളെ കുറിച്ച് പറയുമ്പോൾ, അതിന്റെ രേഖകൾ കിട്ടുമ്പോൾ, മലപ്പുറത്ത് അൻവർ പത്രസമ്മേളനം നടത്തുമ്പോൾ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ കേരള നിയമസഭയ്ക്കകത്തും പുറത്തും പറയുന്നത് പൂരം കലക്കിയതിനെ കുറിച്ചാണ്. എന്തിനാണ് പറയുന്നത്? തൃശൂർ പൂരം കലങ്ങിയതിനെ വേണ്ടിയിട്ടല്ല സതീശന്റെ പ്രഖ്യാപനം. സതീശൻ പ്രശ്നങ്ങൾ വഴിതിരിച്ചു വിടുകയാണ്. പിണറായി വിജയന് ബുദ്ധിമുട്ടുണ്ടായാൽ വി.ഡി. സതീശൻ പിണറായി വിജയനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഇറക്കും. അങ്ങനെ സ്റ്റേറ്റ്മെന്റുകൾ ഇറക്കുമ്പോ ബി.ജെ.പിക്കും അതുപോലെ തന്നെ നമ്മുടെ പ്രസ്ഥാനത്തിന് വിരുദ്ധമായിട്ട് ജനങ്ങൾ ചിന്തിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രതിപക്ഷം മുന്നോട്ട് പോകുന്ന ഒരു കേരളത്തിൽ നിന്നുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ട ജയകിഷൻ മാസ്റ്ററുടെ ഓർമ്മകൾക്ക് മുൻപ് ഞാൻ ഇവിടത്തെ യുവമോർച്ചയുടെ പ്രവർത്തകന്മാരുടെ ഇടയിൽ നിൽക്കുന്നത്. നമ്മുടെ നാടിനെ നമുക്ക് രക്ഷിച്ചെടുക്കേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിൽ 32% വനവിഭവങ്ങളുണ്ട്, വനമുണ്ട്. 312 കിലോമീറ്റർ കടൽ തീരമുണ്ട്. നമ്മുടെ നാട്ടിൽ ലോകത്തിന്റെ ഭൂപടത്തിൽ ഏറ്റവും വലിയ ടൂറിസ്റ്റ് ആളുകൾ വരാൻ സാധ്യതയുള്ള 50 കേന്ദ്രങ്ങൾ നമ്മുടെ കേരളത്തിന് സ്വന്തമായിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ അത്യധ്വാനം ചെയ്യാൻ ശക്തിയുള്ള അമ്മമാരുണ്ട്, കർഷകരുണ്ട്. നമ്മുടെ കേരളത്തിൽ നന്നായി പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടികളുണ്ട്. നന്നായി പഠിച്ച് ബിരുദവും ബിരുദാനന്ദ ബിരുദവും നേടി ഒരു ജോലിക്ക് വേണ്ടി കുട്ടികൾ കാത്തിരിക്കുമ്പോ പഠിക്കാതെ ഡോക്ടറേറ്റ് കൊടുക്കുന്ന ഉന്നത വിദ്യാഭ്യാസ മേഖലയായിട്ട് കേരളം മാറിയിരിക്കുകയാണ്. അങ്ങനെയാണ് ഷിജു ഖാന് ഡോക്ടറേറ്റ് കൊടുത്തത്. അങ്ങനെയാണ് ചിന്തയ്ക്ക് ഡോക്ടറേറ്റ് കൊടുത്തത്. അങ്ങനെയാണ് നമ്മുടെ കണ്ണൂരിലെ രാകേഷിന്റെ ഭാര്യയ്ക്ക് ഉന്നത ജോലി കൊടുത്തത്. കണ്ണൂരിലെ രാകേഷിന്റെ ഭാര്യയ്ക്ക് അനധികൃതമായി ഉന്നത ജോലി കൊടുത്തത് കൊണ്ടാണ് പാലക്കാട് MP രാജേഷിന്റെ ഭാര്യ പറഞ്ഞത്, ചേട്ടാ കണ്ണൂരിലെ രാകേഷിന്റെ ഭാര്യയ്ക്ക് മാത്രം ജോലി പോരാ, എനിക്കും വേണം. അങ്ങനെയാണ് MP രാജേഷിന്റെ ഭാര്യയ്ക്ക് സംസ്കൃത സർവകലാശാലയിൽ ജോലി കൊടുത്തത്. അങ്ങനെയാണ് ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുടെ ഭാര്യമാരൊക്കെ പല സഹകരണ സംഘങ്ങളിലും ജോലി ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മുടെ കേരളത്തിന്റെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഉന്നതമായ പൊസിഷനുകളിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ അവർ ഭരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഇരിക്കുന്നത്. ഇവിടുത്തെ പാവപ്പെട്ടവന്റെ മക്കൾ 1000-ഉം 2000-ഉം 10,000-ഉം വരുന്ന കുട്ടികൾ അവർ ഇവിടെ നിന്ന് ജോലിയെടുക്കാൻ വേണ്ടി പോകുന്നത്. അമ്മമാർ, ജനാധിപത്യ വിശ്വാസികൾ മനസ്സിലാക്കണം, ആ കുട്ടികൾ പോകുന്നത് യുദ്ധം നടക്കുന്ന ഭൂമിയിലേക്ക് വരെ പോകാൻ അവർ തയ്യാറായിക്കൊണ്ട് 15,000 രൂപ കിട്ടാൻ വേണ്ടി, സ്വന്തം അച്ഛനെയും അമ്മയെയും പുലർത്താൻ വേണ്ടി 15,000 രൂപയോ 20,000 രൂപയോ ചിലവ് കഴിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ലോക രാജ്യങ്ങളിൽ പോയി ഒന്നുമില്ലാത്ത രാജ്യങ്ങളിലേക്ക് വണ്ടി കയറി അവിടെ ജീവിക്കാൻ വിധിക്കപ്പെട്ട കുട്ടികളുണ്ട് ഈ നാട്ടിൽ. ആ കുട്ടികളെ എന്തുകൊണ്ടാണ് നിങ്ങൾ കേരളത്തിന്റെ മക്കളായിട്ട് കാണാത്തത്? എന്തുകൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ചിന്തിക്കാത്തത്? നിങ്ങൾ അക്രമത്തിലൂടെ, നിങ്ങൾ ഇവിടുത്തെ തീവ്രവാദികൾക്ക് കൈകൊടുത്തുകൊണ്ട്, ഒരു ഭാഗത്തെ തീവ്രവാദികളും മാർക്സിസ്റ്റ് പാർട്ടിയുടെ അക്രമകാരികളും ചേർന്ന് കേരളത്തെ കലാപഭൂമിയാക്കി മാറ്റിയപ്പോ ഈ കേരളത്തിലേക്ക് ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി പോലും ഒരാൾ വരാൻ തയ്യാറാത്ത സാഹചര്യം ഉണ്ടാക്കിയപ്പോ ആന്ധ്രയും കർണാടകയും തെലങ്കാനയും ഉൾപ്പെടെ അയൽ രാജ്യങ്ങൾ, അവിടെ ഭരിക്കുന്നത് ആരോ ആകട്ടെ, അവർ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോടും വകുപ്പ് മന്ത്രിമാരോടും ചെന്ന് അവർക്ക്
ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കി തരാൻ പറഞ്ഞ് അവരുടെ സംസ്ഥാനത്തിന് വേണ്ടി നേടിയെടുത്ത് തിരിച്ചു വരുമ്പോ ഈ കേരളത്തിൽ മാത്രം ഒന്നുമില്ലാത്തവരായി നമ്മൾ എന്തുകൊണ്ടാണ് മാറിപ്പോയത്? വൃദ്ധരുടെ നാടായി മാത്രം ഈ കേരളം മാറിയാൽ മതിയോ? ഈ ചോദ്യമാണ് ഇന്നത്തെ ദിവസം യുവമോർച്ചയുടെ സഹപ്രവർത്തകരുടെ മുന്നിൽ ഞാൻ വെക്കാൻ ആഗ്രഹിക്കുന്നത്. ഇതിനൊരു മാറ്റമുണ്ടാകണം. കേരളത്തിലെ എല്ലാ വീടുകളിലേക്കും, എല്ലാ യുവാക്കളിലേക്കും, എല്ലാ യുവതികളിലേക്കും അവരുടെ മനസ്സുകൾക്കകത്തേക്ക് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ശബ്ദം എത്തണം. ആ പ്രസ്ഥാനത്തിന്റെ ശബ്ദം ഓരോ ബൂത്തുകളിലും സൃഷ്ടിക്കണമെന്നാണ് ജയകൃഷ്ണൻ മാസ്റ്റർ ആഗ്രഹിച്ചത്. അതിനാണ് അദ്ദേഹം പദയാത്ര നടത്തിയത്. അതിനാണ് അദ്ദേഹം ഈ കൊടിയെ നെഞ്ചോട് ചേർത്തത്. അതിനാണ് അദ്ദേഹം കണ്ണൂരിന്റെ മണ്ണിൽ കൊലപ്പെടുത്തുമെന്ന് ഉറപ്പുണ്ടായിട്ടും ആ കൊലപാതകികൾ എന്റെ പിറകിൽ നടന്നു വരുന്നുണ്ട് എന്നുള്ള ഓർമ്മ ഹൃദയത്തിൽ വെച്ചിട്ടും അദ്ദേഹം ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ജയ് പിടിച്ചത്. അതുകൊണ്ട് യുവമോർച്ച പ്രസ്ഥാനം കേരളത്തിന്റെ മണ്ണിൽ വലിയ മാറ്റത്തിന് വേണ്ടി, വലിയൊരു പോരാട്ടത്തിന് വേണ്ടി ഞാനും നിങ്ങളും എടുത്തിട്ടുള്ള വ്രതം എന്ന് പറയുന്നത് കേരളത്തെ ആകമാനം മാറ്റിമറയ്ക്കാനാണെങ്കിൽ ദേശീയധാരയിൽ നിന്ന് കിട്ടുന്ന വിഭവങ്ങളെ അത് ഈ നാട്ടിലേക്ക് കൊണ്ടുവരാൻ ഭരണപക്ഷവും പ്രതിപക്ഷവും തയ്യാറില്ലെങ്കിൽ നമ്മൾ ഓരോ പഞ്ചായത്തിന്റെയും മുന്നിൽ, ജനങ്ങളുടെ മുന്നിൽ ഈ കാര്യങ്ങളെ കുറിച്ച് വിശകലനം ചെയ്തുകൊണ്ട് നമുക്ക് സമരത്തിന്റെ, പ്രക്ഷോഭത്തിന്റെ തീനാളങ്ങൾ സൃഷ്ടിക്കാൻ ഈ കേരളത്തിന്റെ മണ്ണിൽ നമുക്ക് സാധിക്കണം. മനുഷ്യർ മാറുകയാണ്. കണ്ണൂരിലെ കോൺഗ്രസിൽ നിന്ന് മിസ്റ്റർ രഘുനാഥ് നമ്മുടെ പ്രസ്ഥാനത്തിനകത്തേക്ക് കടന്നു വന്നു. നമ്മുടെ പാർട്ടിയിലേക്ക് ആര് വന്നാലും അത് വലിയ വാർത്തയല്ല. നമ്മുടെ പാർട്ടിയിൽ നിന്ന് ആരെങ്കിലും പോയാൽ അത് വലിയ വാർത്തയാണ്. ആ വാർത്ത 4 ദിവസവും ചർച്ച ചെയ്യും, 10 ദിവസവും ചർച്ച ചെയ്യും, അത് കഴിഞ്ഞാലും ചർച്ച ചെയ്യും. പക്ഷേ ഈ പ്രസ്ഥാനത്തിനകത്തേക്ക് ആളുകൾ കടന്നു വരികയാണ്. ഞാൻ ആലപ്പുഴയിലാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. ആലപ്പുഴ കൂത്തുപറമ്പിലെ രക്തസാക്ഷി മണ്ഡപം പോലെ ആലപ്പുഴയിലാണ് പുന്നപ്രയിലെ, വയലാറിലെ സമരഭൂമി. ആ പുന്നപ്രയും വയലാറും 1ാം സ്ഥാനം താമരയിലാണ് കമ്മ്യൂണിസ്റ്റുകാർ വോട്ട് ചെയ്തത്. പ്രിയപ്പെട്ടവരെ, ആ ആലപ്പുഴയുടെ മണ്ണിൽ നിന്നാണ് ചെറുപ്രായത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൊടി പിടിച്ചു വളർന്നു വന്ന ഒരു ചെറുപ്പക്കാരൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ, നമ്മുടെ പാർട്ടിക്കകത്തേക്ക് കടന്നു വന്നത്. ഈ കേരളത്തിൽ തിരുവനന്തപുരം മുതൽ തെക്കൻ കേരളത്തിലെ ഇന്ന് ഞാൻ കാറിൽ വരുന്ന വഴിയില് ഒരു വലിയ രാഷ്ട്രീയ നേതാവിന്റെ മകനുമായിട്ട് ഞാൻ ഫോണിൽ സംസാരിച്ചു. എന്റെ കൂടെ ഇരിക്കുന്നവർക്ക് അറിയില്ല അത് ആരാണെന്ന്. ഇപ്പോ EP ജയരാജൻ പറയുകയാണ് ശോഭാ സുരേന്ദ്രന് നിലവാരമുള്ള ഒരു നേതാവല്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ എന്റെ മണ്ഡലം പ്രസിഡന്റിന് മനസ്സിലായിട്ടില്ല BJPയിൽ ചേരാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ശോഭാ സുരേന്ദ്രനെ ഫോണിൽ വിളിക്കാൻ വേണ്ടി തെക്കൻ കേരളത്തില് നല്ല ആഢ്യത്വമുള്ള നേതാക്കന്മാര് ഇപ്പോഴും തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ശോഭാ സുരേന്ദ്രന്റെ മിടുക്കല്ല, ഞാൻ പിടിച്ച കൊടിയുടെ മിടുക്കാണ്, ഈ താമര ചിഹ്നത്തിന്റെ മിടുക്കാണ് എന്ന് സഖാവ് EP ജയരാജനോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഡൽഹി വരെ കുളിച്ചൊരുങ്ങി വന്നപ്പോ എന്റെ നിലവാരത്തെ കുറിച്ച് മനസ്സിനകത്ത് ആശങ്കയുണ്ടായില്ല. അവിടെ തൃശ്ശൂരില് വന്ന് അവിടെ കൃത്യമായി 101 നമ്പർ റൂം എടുത്ത് 107 നമ്പർ റൂമിലേക്ക് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന നിങ്ങളുടെ സഹോദരിയോട് ചർച്ച ചെയ്യാൻ വേണ്ടി വന്നപ്പോഴും സഖാവ് EP ജയരാജന് എന്റെ നിലവാരത്തെ കുറിച്ച് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. ഞാൻ ഈ പരിപാടി, ഈ ഒരു കാര്യം ഞാൻ ചെയ്യാൻ ശ്രമിച്ചതിന്റെ കാരണം അത് ഡിസംബർ 1 വരെ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. പൊതുസമൂഹത്തോട് പറയാൻ എന്താണെന്നറിയുമോ? EP ജയരാജന്റെ പവർ കണ്ടിട്ടല്ല. ഈ മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന പ്രസ്ഥാനമുണ്ടല്ലോ, 300-ലധികം വരുന്ന ബലിദാനികളെ സൃഷ്ടിച്ചുകൊണ്ട് ഞങ്ങളുടെ അമ്മമാരെ അനാഥരാക്കിയിട്ടുള്ള നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ആര് വന്നാലും പൊളിച്ചടുക്കി കൊണ്ടുപോകുമെന്നുള്ളതാണ് ദൃഢപ്രതിജ്ഞ. ആ ദൃഢപ്രതിജ്ഞ പ്രസ്ഥാനം ഇനിയും മുന്നോട്ട് നീക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആലപ്പുഴയില് ഒന്നുകൊണ്ട് അവസാനിച്ചുവെന്നാണോ സഖാക്കൾ കരുതുന്നത്? അല്ല, അവിടെ വലിയ മാറ്റത്തിന്റെ കേളികൊട്ട് ഒരുങ്ങുകയാണ്. ഈ കൂത്തുപറമ്പിലും വരാൻ പോകുന്ന നാളുകളിൽ എനിക്കുറപ്പുണ്ട്, പുന്നപ്രയ്ക്ക് മാറാമെങ്കിൽ, വയലാറിന് രക്തസാക്ഷി മണ്ഡപത്തിന്റെ വാർഡിൽ 1ാം സ്ഥാനം BJPക്ക് ഏൽപ്പിക്കാമെങ്കിൽ കൂത്തുപറമ്പിലും BJPക്ക് MLA ഉണ്ടാകുമെന്നുള്ള ആ ബോധ്യമാണ് പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ, നമ്മുടെ അമരന്മാരായിട്ടുള്ള ബലിദാനികളുടെ മുന്നിൽ നമ്മൾ എടുക്കുന്ന ഏറ്റവും വലിയ ഹൃദയ
കൃത്യമായിട്ടുള്ള തീരുമാനം എന്ന് പറയുന്നത്. ഇവിടെ ഇരിക്കുന്നവർക്കൊന്നും അത്ര വലിയ വയസ്സൊന്നുമായിട്ടില്ല. എല്ലാവരും കേരള നിയമസഭയ്ക്കകത്ത് പോകും. അങ്ങനെ കേരളത്തിന്റെ മടിത്തട്ടിൽ നമ്മുടെ പന്യൻ ചന്ദ്രേട്ടനും അതുപോലെ തന്നെ അശ്വിനി കുമാരനും നമ്മുടെ KT ജയകൃഷ്ണൻ മാസ്റ്ററും ഉൾപ്പെടെയുള്ള നിരവധിയായിട്ടുള്ള ബലിദാനികളുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഈ കേരളത്തിന്റെ മണ്ണിൽ മുന്നോട്ട് നീങ്ങും. നരേന്ദ്രമോദിയുടെ പ്രസ്ഥാനത്തെ BJPയെ സ്വീകരിക്കാൻ, കാണാൻ, മനസ്സിലാക്കാൻ, വിളക്ക് കത്തിക്കാൻ അറിയാവുന്നവർ, പ്രാർത്ഥിക്കാൻ അറിയാവുന്നവർ. ലവ് ജിഹാദിലേക്ക് പെൺകുട്ടി സ്വന്തം മകൾ പോയപ്പോ, അശോകേട്ടനെ കാണാൻ ഞാൻ പോയപ്പോ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് സഖാവ് അശോകൻ പറഞ്ഞു, എന്താണെന്നറിയുമോ, ഗണപതി ഹോമം നടത്താൻ സമ്മതിക്കില്ല, വിളക്ക് കത്തിക്കാൻ സമ്മതിക്കില്ല, ദൈവത്തെ വിളിക്കാൻ സമ്മതിക്കില്ല, പെൺകുട്ടികൾക്ക് ശ്ലോകം ചൊല്ലാൻ പാടില്ല. എന്താ കാരണം? കാരണം ശിശുവാട്ടിയായി പോയി. എന്നാൽ കേരളത്തിലെ വലിയ കമ്മ്യൂണിസ്റ്റുകാരൻ ബ്രിട്ടാസിന്റെ മകളുടെ കല്യാണം പള്ളിയിൽ തന്നെ നടത്താം, അതിനൊരു കുഴപ്പവുമില്ല. ക്രിസ്ത്യൻ പള്ളിയിലേക്ക് പോയി കല്യാണം മണവാട്ടിയെ അണിയിച്ചൊരുക്കി അവിടെ പള്ളിയിലെ കാർമ്മികത്വത്തിൽ ഞങ്ങൾക്കത് സന്തോഷമാണ് കാണുന്നത്. മിസ്റ്റർ ബ്രിട്ടാസ്, ഞങ്ങൾക്കിത് കാണുന്നത് വളരെ സന്തോഷമാണ്. കാരണം ഞങ്ങൾ ഇസ്ലാം മതത്തെയും, ഞങ്ങൾ ക്രിസ്ത്യൻ മതത്തെയും, ഞങ്ങൾ ഹിന്ദു മതത്തെയും ഒക്കെ അതിലെ ചൈതന്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നവരാണ്. എന്നാൽ ഗണപതി ഹോമത്തെ ഗണപതിയെ വെല്ലുവിളിക്കാൻ ഈ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കാർ അമ്പലങ്ങളെ നന്നാക്കണ്ട, നശിപ്പിച്ചാൽ മതി എന്ന് തീരുമാനമെടുത്തുകൊണ്ട് അമ്പല കമ്മിറ്റികളിലേക്ക് ആളുകളെ കയറ്റിവിടുമ്പോ ആ സഖാക്കന്മാരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, നല്ല ചന്തമുള്ള കുട്ടികളെ നോക്കി ലവ് ജിഹാദികൾ കേരളത്തിന്റെ മണ്ണിൽ പരക്കം പായുകയാണ്. നാളെ നിങ്ങളുടെ വീട്ടിലെ മകളാവാതിരിക്കട്ടെ എന്നുള്ള ഒരു തീരുമാനം നിങ്ങൾ എടുക്കുകയും അവൾക്ക് ഈ രാജ്യത്തിന്റെ പൈതൃകത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും സംസ്കാരത്തെ കുറിച്ച് അവൾക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യാൻ സഖാക്കന്മാര് തയ്യാറാകണം. എന്നിട്ട് പറയണം, സഖാവിന് പള്ളിയിൽ പോകാമെങ്കിൽ ഞാൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സഖാവാണ്, എനിക്ക് അമ്പലത്തിലും പോകാമെന്ന് പറഞ്ഞ് ഉള്ളുരുകി പ്രാർത്ഥിച്ചാൽ നല്ല കുഞ്ഞുങ്ങളെ, ഭാവിക്ക് വീടിനും നാടിനും ഉപകാരികളായിട്ടുള്ള കുഞ്ഞുങ്ങൾ നിങ്ങളുടെ വീടിനകത്തും ഉണ്ടാകും. ഞങ്ങൾക്ക് അതൊക്കെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ, ഞാൻ കോൺഗ്രസിനെ കുറിച്ച് കൂടുതലൊന്നും ഈ വേദിയിൽ പറയാൻ ആഗ്രഹിക്കാത്തത്, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ 100 സീറ്റാണ് കിട്ടിയത്. ആകെ 400 സീറ്റും കിട്ടി വൻ ഭൂരിപക്ഷത്തിൽ ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു കാലഘട്ടത്തിൽ ഇന്ന് എല്ലാ കക്ഷികളെയും ഒരുമിച്ച് കൂടെ ചേർത്തുകൊണ്ട് 100 കിട്ടിയപ്പോ ആ 100-ൽ ഹൃദയത്തിൽ 100-നെ ആവാഹിച്ചെടുത്തുകൊണ്ട് 100 വലുതല്ലേ എന്ന് ചോദിക്കുമ്പോഴാണ് നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് പരിശ്രമിച്ചിട്ട് ഹിഡൻബർഗും സോറസും പിന്നെ നിങ്ങളുടെ രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള മറ്റെല്ലാ സംസ്ഥാനങ്ങളിലെ കുഞ്ഞു കുഞ്ഞു ഘടകകക്ഷികളും എല്ലാവരും ഒരുമിച്ച് ചേർന്നപ്പോ നിങ്ങൾക്ക് 100 കിട്ടി. നിങ്ങൾ ആ 100-ൽ തൃപ്തരായിട്ട് മുന്നോട്ട് പോവുകയാണ്. ആ ഇന്ത്യ മുന്നണി വെളിച്ചം കാണാൻ പോകുന്നില്ല എന്ന് മഹാരാഷ്ട്ര തെളിയിച്ചു, UP-യിലും തെളിയിച്ചു. ഇനി വരാൻ പോകുന്ന നാളുകളിൽ കേരളത്തിൽ, കാരണം രാജ്യവ്യാപകമായിട്ടുള്ള ചരിത്രമല്ലല്ലോ കോൺഗ്രസ് ചോദിക്കുന്നത്, നിങ്ങൾ കേരളത്തിൽ ഒന്ന് കാണിച്ചു തരാനാണ് പറയുന്നത്. ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്, ഒറ്റയ്ക്ക് നിൽക്കണം. ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന NDA ഞങ്ങൾ കേരളത്തിന്റെ പൊതുവീതിയിൽ ഞങ്ങൾ ഗ്രൗണ്ട് ഒരുക്കും അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ. ആ ഗ്രൗണ്ടിന്റെ മറുഭാഗത്ത് നിങ്ങൾ നിൽക്കേണ്ടത് നിങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ കൊടികൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് നിങ്ങളുടെ മുന്നണി നിന്നോളൂ, 2 മുന്നണികളും നിന്നോളൂ. പക്ഷേ കേരള നിയമസഭയ്ക്കകത്തേക്ക് ഈ രാജ്യഭരണകൂടത്തിന്റെ തലവനായ നരേന്ദ്രമോദി വിശ്വസിക്കുന്ന ഈ ഭാരതീയ ജനതാ പാർട്ടിയുടെ താമര ചിഹ്നത്തിൽ ജയിച്ച് 25 പേർ ഞങ്ങൾ വരാൻ പോകുന്ന നാളുകളിൽ നിയമസഭയ്ക്കകത്തേക്ക് എന്റെ സഹോദരന്മാരും സഹോദരിമാരും കടന്നു പോകുന്ന തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. കോൺഗ്രസിന്റെ ഇവിടുത്തെ ഓരോ ബൂത്ത് തലത്തിലുള്ള ജനാധിപത്യ വിശ്വാസികളുടെയും മുന്നിലേക്ക് ഞങ്ങൾ കേന്ദ്രത്തിൽ ഭരണകൂടത്തിന് നേതൃത്വം നൽകുന്ന എല്ലാ വകുപ്പ് മന്ത്രിമാരോടും ചില കണക്കുകൾ ചോദിച്ചിട്ടുണ്ട്. എത്രയാണ് നിങ്ങൾ കേരളത്തിലേക്ക് കൊടുത്തത്? അത് റെയിൽവേ വകുപ്പ് പറഞ്ഞു, നമുക്ക് ഉത്തരം കിട്ടി. റോഡ് വികസിപ്പിക്കാൻ കൊടുത്തു, അതിന്റെ കണക്കിപ്പോ അടുത്ത് വരും. എല്ലാം A to Z കണക്കുകൾ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ യുവമോർച്ചയുടെ പ്രവർത്തകന്മാർ അതുമായിട്ട് വീടുകളിലേക്ക് ഇറങ്ങുമെന്നുള്ള ദൃഢവിശ്വാസം എനിക്കുണ്ട്. മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. കാരണം ഈ അക്രമ രാഷ്ട്രീയത്തെ കുറിച്ച് അടിവരയിട്ടുകൊണ്ടാണ് നേരത്തെ ഇദ്ദേഹം ഇവിടെ പ്രസംഗിച്ചിട്ടുള്ളത്. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം നിങ്ങളുമായിട്ട് പരാമർശിച്ചു കഴിഞ്ഞു. എനിക്ക് അമ്മമാരോടുള്ള അപേക്ഷ എന്ന് പറയുന്നത്, ഇത്രയും കാലം നിങ്ങൾ കാത്തിരുന്നില്ല. ഇത്രയും കാലം നിങ്ങൾ കാത്തിരുന്നത്
ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിൽ BJP-യിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു നേതാവിന്റെ മുഖത്തോടുള്ള സ്നേഹം കൊണ്ടല്ല. നിങ്ങൾ ഇത്രയും കാലം കാത്തിരുന്നത് നിങ്ങൾ വിശ്വസിച്ച ഈ സംഘപരിവാർ പ്രസ്ഥാനത്തെ കേരളത്തിൽ വളർന്നു വലുതാകുന്നത് കാണാൻ വേണ്ടിയിട്ടാണെങ്കിൽ 8 വർഷം കൂടി മാത്രം മതി. നമുക്ക് അസുലഭമായിട്ടുള്ള ഒരു അവസരം ജഗദീശ്വരൻ നമുക്ക് നൽകും. അതിന് എന്റെ അമ്മമാർ തന്നെയാണ് ഏറ്റവും നാരായ പേരുകളായിട്ട് ഇവിടെ നിലകൊള്ളുന്നത് എന്നുള്ള യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഏത് കഠിനമായിട്ടുള്ള വഴിത്താരകളിലൂടെയും ഞങ്ങൾ എല്ലാവരും നടക്കും. അതിന് നിങ്ങളുടെ അനുഗ്രഹവും സ്നേഹവും മാത്രം മതി എന്ന് സൂചിപ്പിച്ചുകൊണ്ട് സ്വർഗീയനായിട്ടുള്ള ജയകൃഷ്ണൻ മാസ്റ്ററുടെ ഓർമ്മകൾക്ക് മുൻപിൽ കാവിപ്പൂക്കൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ കൊച്ചുവാക്കുകൾ നിർത്തുന്നു. മുഖ്യ പ്രഭാഷണത്തിന് ഇവിടെ ഇനിയും ആളുകൾ തയ്യാറായിട്ടുണ്ട്. എന്നെ കേട്ടതിനും കണ്ടതിനും സ്വീകരിച്ചതിനും ഞാൻ നന്ദി അറിയിച്ചുകൊണ്ട് വിടവാങ്ങുന്നു. വന്ദേ മാതരം. മുഖ്യ പ്രഭാഷണം ഭാരതത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ യുവജന പ്രസ്ഥാനമായ ഭാരതീയ ജനതാ